കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു PR യുദ്ധം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരുന്ന 2026-ൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാവില്ല. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായി കാണുന്നുണ്ട്. ഇപ്പം എല്ലാ ചാനലുകളിലും തന്നെ ഗവൺമെൻറ് പരസ്യങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കൂടാതെ എല്ലാ KSRTC ബസ്സുകളിലും എടുക്കുന്നുണ്ട്. പരസ്യം എന്ന് പറഞ്ഞാൽ അത് സാധാരണ പരസ്യങ്ങൾ പോലുമല്ല, വളരെ മനോഹരമായി എടുത്തിട്ടുള്ള പരസ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒക്കെ പരസ്യചിത്രം എടുക്കുന്നത് പോലെയുള്ള ഭംഗി ആ പരസ്യങ്ങൾക്കുണ്ട്. ഇപ്പോൾ സ്റ്റീഫൻ ദേവസിയുടെ പാട്ടാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കിഫ്ബിയുടെ വലിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടോട് കൂടിയിട്ടുള്ള ഒരു രംഗമാണെങ്കിലും ഒക്കെ തന്നെ വളരെ ഗംഭീരമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രീകരണങ്ങളൊക്കെ വലിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കെല്ലാം അറിയുന്ന കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന പിണറായി വിജയനും മോഹൻലാലും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ വരുന്നത്. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ആരാധകരുള്ള ഒരു നടൻ, ആ നടൻ പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. അത് വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ്, ഒരു മിന്നലാക്രമണമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം കേരളത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കുകയും ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുകയും രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ന്യൂസ് ചാനലുകളുടെയൊക്കെ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു എന്റർടൈൻമെന്റ് ചാനലുകൾക്കുള്ളതിന്റെ 10% പോലും വ്യൂവർഷിപ്പ് ഇല്ല. സാധാരണ ഒരു പൊളിറ്റിക്സ് ഒക്കെ ശ്രദ്ധിക്കുന്നവർ 8% ആളുകളാണ്. അപ്പൊ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കാണാൻ 8%, ബാക്കിയുള്ള 92% തയ്യാറാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻ ആണ് എന്ന് പറഞ്ഞാൽ മലയാളികൾ എല്ലാവരിലേക്കും ഇത് റീച്ച് ചെയ്യപ്പെടും എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന്റെ സൂചനകളൊക്കെ തന്നെ നമ്മൾ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന് പറയുന്ന വീഡിയോ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു. ആ ടീസർ തന്നെ വലിയ ഹിറ്റായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് കൃത്യം 1 മണിക്കൂറുള്ള അത്തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ കൂടി വെച്ചിട്ടുണ്ട്. ആ ഇന്റർവ്യൂ അങ്ങനെ വെറുതെ എടുക്കുന്നതല്ല. TK രാജീവ് കുമാർ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡയറക്ടർ, അദ്ദേഹം സംസ്ഥാന ദേശീയ അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പല സിനിമകളുടെയും സംവിധായകനാണ്, പല ഫേമസ് ആയ സിനിമകളുടെയും സംവിധായകനാണ്. അദ്ദേഹം കൃത്യമായി സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിമനോഹരമാണ് എന്നുള്ളത് എനിക്ക് പറയാതെ വയ്യ. ഞാനിതിനെ കാണുന്നത് ഗംഭീരമായ ഒരു പരസ്യം ചെയ്തു എന്നുള്ള ആംഗിളിലാണ്. ഇത് മോഹൻലാലിനാണോ പിണറായി ഉത്തരം പറയേണ്ടത് എന്നൊക്കെ ഉള്ളത് വേറൊരു ചോദ്യമാണ്. പക്ഷേ നമ്മുടെ ഈ കാലത്തുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അക്ഷയ് കുമാറിനെ കൊണ്ട് നരേന്ദ്രമോദി ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചതും മറ്റ് നിരവധി ആളുകളെ കൊണ്ട് പിണറായി വിജയനും നരേന്ദ്രമോദിക്ക് ഇന്റർവ്യൂ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ലോകത്തൊക്കെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ വലിയ സെലിബ്രിറ്റികളെ കൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ സെലിബ്രിറ്റികളുടെ റീച്ചുകളിലേക്ക് കൂടി അവർ എത്തിപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അവർ ഇതിൽ കൺവിൻസ്ഡ് ആകുന്നു, പിണറായി വിജയന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്ക് അറിയാമെന്ന് പറയുമ്പോൾ അതും തീർച്ചയായിട്ടും ഒരു കൃത്യമായ ബ്രാൻഡിംഗ് ആയി രൂപപ്പെടും എന്നുള്ളതാണ്. അതായത് പിണറായി വിജയനെ സംബന്ധിച്ചോളം വളരെ കർക്കശക്കാരനായ, വളരെ ഗൗരവമുള്ള ഒരാളായിട്ടാണ് കണ്ടതെങ്കിൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു കൗതുകവും കൂടി തീർച്ചയായിട്ടും ഈ ഇന്റർവ്യൂ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ 30 കൊല്ലമായിട്ട് അറിയാവുന്ന മോഹൻലാൽ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറയുമ്പോൾ അതും വോട്ടായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ കൃത്യമായി കൺസ്ട്രക്ട് ചെയ്താണ്. ഇതിന്റെ ആദ്യത്തെ കാര്യം ജനങ്ങളെ നെഞ്ചിലേറ്റിയ 2 പേർ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നെഞ്ചിലേറ്റിയ 2 പേർ എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഇദ്ദേഹം ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്. ആ ഇൻട്രോ തന്നെ വളരെ ഗംഭീരമായി എഴുതിയതാണ്. അതിലാദ്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു അഭിമുഖം എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങേ ഞാൻ എന്താണ് കണ്ടത് എന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്നാണ് കണ്ടതെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്നാണ് ഞാനിപ്പോൾ അവസാനമായി കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നീട് ഒരു പാട്ട് 4 വരി ചൊല്ലുന്നുണ്ട്. ആ പാട്ട് 4 വരി ചൊല്ലുന്നത് ഒരുപാട് സമയമെടുത്ത് റിസർച്ച് ചെയ്തൊരു പ്രൊഡക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം കേരളം കേളികൊട്ട് ഉയരുന്ന കേരളം എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എൻ്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള പ്രതിനിധിയായി പിണറായി വിജയനെ കൂടി അവർ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വളരെ ചെറുപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു 14ാമത്തെ കുട്ടിയാണ് ഇദ്ദേഹം. പക്ഷേ 2 സഹോദരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഈശ്വര വിശ്വാസികളായിരുന്നു എന്ന് പറയുന്നു. ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ അവരുടെ വലിയ പേടിയായിരുന്നു, ഭയമായിരുന്നു ഇദ്ദേഹത്ത്. കുട്ടിക്കാലത്ത് എല്ലാവർക്കും പഠിക്കാനുള്ള മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിക്കുന്ന ഒരു കാലവുമല്ല അന്ന് ഉള്ളതാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി
ബീഡി തൊഴിലാളികളോടൊപ്പം അവിടെ ബീഡി തെറുക്കുന്ന തൊഴിലുണ്ട്, ആ തൊഴിലിന് വേണ്ടി അദ്ദേഹം പോയി. പക്ഷേ അവിടെയുള്ള ഒരാളുകൾ പറഞ്ഞു അങ്ങനെയല്ല, ഈ കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു അധ്യാപകൻ, ഒരു മുൻഷി മാഷ്, അതായത് ഒരു മലയാളം അധ്യാപകൻ ഈ പിണറായി വിജയനോട് ചോദിക്കുന്നു, വീണ്ടും പഠിക്കാൻ ചേർന്ന പിണറായി വിജയനോട് നക്ഷത്രം ഏതാണ് എന്ന് ചോദിക്കുന്നു. ഇതുപോലെ നക്ഷത്രം പറയുന്നു. പക്ഷേ മുൻഷി മാഷ് അമ്മയെ വിളിപ്പിക്കുന്നു, അതാകാൻ സാധ്യതയില്ലെന്ന് പറയുന്നു. അപ്പം അമ്മ പ്രസവിച്ച സമയം പറയുന്നു, അത് രാവിലെയാണ് എന്ന്, ഉച്ചയ്ക്ക് ശേഷമാണെന്ന് പറയുന്നു. അപ്പോൾ കൃത്യതയൊന്നും വന്നില്ല, ഇന്നത്തെ പോലെ വളരെ കൃത്യമായി ടൈമൊന്നും എഴുതി വെക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൃത്യതയൊന്നുമില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ആ നക്ഷത്രം കഴിഞ്ഞിരിക്കുന്നു, മറ്റൊരു നക്ഷത്രമാണെന്ന് പറയുന്നു. പിന്നെ ആ അധ്യാപകൻ തന്നെ പറയുന്നു, തോക്കുന്നത് വരെ ഈ കുട്ടിയെ പഠിപ്പിക്കണം, തോറ്റിട്ടുണ്ടെങ്കിൽ പഠിത്തം നിർത്തിക്കോളൂ എന്ന് പറയുന്നു. അമ്മ സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോരുന്നു എന്നുള്ളതാണ്. 8ാം ക്ലാസ്സിൽ ഒരു ബോർഡ് എക്സാം ഉണ്ടായിരുന്നു അന്ന്. അതിൽ 3 കുട്ടികളാണ് അവിടെ നിന്ന് പാസ്സായത്. അതിൽ ഒരു കുട്ടിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു. പഠനത്തിന് വേണ്ടത്ര പിന്തുണയൊന്നുമില്ല, ഇന്നത്തെ പോലെ ട്യൂഷനോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കലോ ഒന്നുമില്ല, അവരവൻ തന്നെ പഠിക്കണമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ മോഹൻലാൽ ചോദിക്കുന്നത്, കളികൾ, ഫുട്ബോൾ അതുപോലെ ബാഡ്മിൻ്റൺ കളികൾ ഇദ്ദേഹം കളിക്കാറുണ്ടായിരുന്നു എന്ന് ചോദ്യത്തിന് ഉത്തരമായി പറയുന്നു. അതിൽ തന്നെ പിണറായി സ്വന്തം ബാല്യകാലത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നത് മടലിൻ്റെ ബാറ്റായിരുന്നു, അത് ചെത്തിയെടുത്തിട്ടുള്ള ബാറ്റായിരുന്നു ബോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്, പിന്നെയാണ് ബാറ്റുകളൊക്കെ വന്നത് എന്നുള്ളതാണ്. അതിനിടയിൽ മോഹൻലാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, തമാശ പറയുന്ന സുഹൃത്തുക്കൾ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് അന്നും ഇന്നും, അതായത് അത്തരത്തിൽ ഉള്ള സുഹൃത്തുക്കളുണ്ട്, സൗഹൃദത്തിൻ്റെ ഇടപെടലുകളിലൊന്നും മാറ്റമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളൊക്കെ വേണ്ടി കാണാനുള്ള സമയം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് മോഹൻലാൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത്. 30 വർഷം മുമ്പ് അദ്ദേഹം പാർട്ടി പാർട്ടിയിലൊരു പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുമ്പോഴും അതിനുശേഷം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലും കരുതലുകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആതിഥേയ മര്യാദകളിലുമൊന്നും യാതൊരുവിധ മാറ്റമില്ല. സാധാരണ ആളുകൾക്കൊക്കെ വലിയ പൊസിഷനുകൾ കിട്ടുമ്പോൾ, വലിയ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത്തരത്തിലുള്ള മാറ്റമുണ്ടാവും, പദവികൾ മാറ്റും. പക്ഷെ അങ്ങനെ ഒരു മാറ്റവും ഇല്ലാത്ത ആളായി എങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് തന്നെ വളരെ കൃത്യമായി, ഇപ്പോൾ വലിയ തോതിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാലിനെ ഒരാൾ, അദ്ദേഹം 30 കൊല്ലമായിട്ട് അറിയുന്ന ഒരാളാണ്, യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ അന്നും ഇന്നും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണെന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിന് വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് പിണറായി വിജയൻ കൊടുക്കുന്നത്. പദവികളൊക്കെ താൽക്കാലികമാണ്, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പുറത്ത് ചെയ്യാറില്ല, ദുഃഖമുണ്ടാവാറില്ല. വൈദ്യുതി മന്ത്രിയായിട്ട് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ, അദ്ദേഹം മന്ത്രിമന്ദിരത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വൈദ്യുതി മന്ത്രി പദം രാജിവെക്കേണ്ടി വന്നപ്പോൾ ഒരു ചെറിയ വാടക വീട്ടിലേക്കാണ് മാറിയത്. ആ വാടക വീട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് മോഹൻലാലിനോട് ചോദിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മോഹൻലാലുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വല്ലാതെ മോഹങ്ങളൊന്നുമില്ല, ഉള്ളതുകൊണ്ട് വളരെ സംതൃപ്തരായി ജീവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വഭാവം ചെറുപ്പത്തിൻ്റെ സ്വാധീനം കൊണ്ടാകാം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം രാമായണവും അതുപോലെ കൃഷ്ണപ്പാട്ടും മഹാഭാരതവും ഒക്കെ തന്നെ അമ്മയ്ക്ക് എഴുത്തുമായെന്നൊന്നും അറിയില്ലെങ്കിലും ഇത്തരത്തിൽ പാട്ടുകളൊക്കെ അമ്മക്ക് അറിയാമായിരുന്നു. അത്തരത്തിൽ പിന്നീട് വായനയൊക്കെ പഠിച്ചപ്പോൾ, എഴുത്തും വായനയൊക്കെ താങ്കൾ പഠിച്ചപ്പോൾ, പിണറായി വിജയൻ പഠിച്ചപ്പോൾ അദ്ദേഹം അമ്മയ്ക്ക് ഈ പാട്ടുകളൊക്കെ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങിയെന്നും അങ്ങനെ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ചില അംശങ്ങൾ എന്നിലേക്ക് കൂടി വന്നിട്ടുണ്ടാവാം എന്നുമാണ് അദ്ദേഹം പറഞ്ഞു നോക്കുന്നത്. അതായത് മറ്റു മോഹങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിന് മോഹൻലാൽ തിരിച്ചു പറയുന്ന ഒരു കമന്റ് കൂടിയുണ്ട്, നിങ്ങൾ അടിവരയിട്ട് കേൾക്കേണ്ടതാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചിന്തകൾ അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ടെത്തൽ ശരിയായിരുന്നു എന്ന് മോഹൻലാൽ എന്ത് ചെയ്യുകയാണ്, എൻഡോസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഇത് പിന്നീട് ചെറിയ ചെറിയ കട്ടുകളാക്കി പോകാൻ പോകുന്നത്, മീഡിയകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വൈറലാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മിനിറ്റ് ബൈ മിനിറ്റ് വളരെ കൃത്യമായി വളരെ മെറ്റിക്കുലസ് ആയി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത് എന്നുള്ളതാണ്. പിന്നീട് ചോദിക്കുന്നുണ്ട്, നാടകത്തിൽ താങ്കൾ നാടകത്തിലോ മറ്റേതെങ്കിലും കലകളിലൊക്കെ ഉണ്ടായിരുന്നോ പഠിക്കുമ്പോൾ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ രസകരമായി പറയുന്നത്, ഒരു കഥാപ്രസംഗം ഞാൻ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ജാലവിദ്യകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ചോക്ക് വെച്ചുള്ള ജാലവിദ്യകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്ററായിട്ടുള്ള ഒരു മനുഷ്യനായി കൂടി അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു എന്നതിൽ ഏതൊരു സാധാരണക്കാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതി ചേർത്തത് എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്നത്, ഒരു ആത്മകഥ എഴുതുന്നുണ്ടോ എന്നുള്ളതാണ്. വീട്ടിലൊരു വലിയ ലൈബ്രറി ഉണ്ട് എന്നറിയാം, പക്ഷെ ഇപ്പോൾ വായനകൾക്ക് ഭയങ്കര സമയം കുറവാണ് എന്ന് പറയുന്നു.
പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടോൾസ്റ്റോയുടെ അന്ന കരീന അടക്കം വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളടക്കമുള്ള പുസ്തകങ്ങളാണ്, പിന്നെ തകഴിയുടെ കയറടക്കമുള്ള പുസ്തകങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, താങ്കൾ ഒരു കടുപ്പക്കാരൻ എന്ന് പറയുന്ന ഒരു ഇമേജ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ. പക്ഷെ അടുത്തറിയുന്നവർക്ക് അങ്ങനെയല്ല എന്നറിയാം എന്നുള്ളതാണ് മോഹൻലാൽ പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ വലിയൊരു എന്നത് പഞ്ച് ലൈൻ വേറെ കിട്ടാനില്ല. അടുത്തറിയുന്നവർക്ക് അങ്ങനെയല്ല എന്നുള്ളത് അറിയാമെന്നാണ്. അപ്പോൾ അതിൽ പിണറായി വിജയൻ മറുപടി പറയുന്നത്, അതൊരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായി വന്നതാണ്, ഞാൻ കടുപ്പക്കാരനാണെന്ന്. അത് CPM-ന്റെ ഭാഗമായതുകൊണ്ടാണ്. മിക്ക പത്രങ്ങളുമൊക്കെ തന്നെ ഞാൻ ചിരിക്കുന്ന ഒരു മനുഷ്യന് പല ഭാവങ്ങളും ഉണ്ടാവുമല്ലോ, പക്ഷെ ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിലും അവർ പലപ്പോഴും ക്ഷോഭിച്ച ഭാവം മാത്രമായിരിക്കും പത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ നിരവധി തവണ മനോരമയിലും മറ്റു പല പത്രങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഭാവങ്ങൾ അത് കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന അടുത്തൊരു വാചകം, സന്തോഷ നിമിഷങ്ങളൊന്നും കൊടുക്കില്ല, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങളൊന്നും അവർ കൊടുക്കില്ല, അത് മനഃപൂർവ്വമായി വരുത്തിയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ആണ്, അത് CPM-നെതിരെയുള്ള വിരോധം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, തന്നെക്കുറിച്ചുള്ള വാർത്തകളെ പറ്റി അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ആകുലതകളുമില്ല. കാരണം അത് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ചോ നിങ്ങൾ എഴുതിയത് തെറ്റായി പോയെന്നൊന്നും പറയാറില്ല. വാർത്തകൾ അതിൻ്റെ വഴിക്ക് വിടുക, കാരണം അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ബോധന ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ഇതിനൊരു ചെറിയ കാരണം കൂടി പിന്നീട് വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പം ഇതിന് ശേഷം മോഹൻലാൽ ഉടനെ ചോദിക്കുന്നത്, വീട്ടിലെത്തിയാൽ സ്വന്തം ആൾ എന്നുള്ള നിലക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ സ്വന്തം ആൾ, വീട്ടിലെ ആളെന്നുള്ള നിലക്ക് മാത്രമാണ് ഇവർ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ തന്നെ കുറച്ച് വർക്കിലോട് കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ചോദിക്കുന്നത്, ഇന്നത്തെ കുട്ടികൾക്ക്, അത് ന്യൂ ജനറേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. ഇന്നത്തെ കുട്ടികൾക്ക് അവസരങ്ങൾ, അറിവ് ഇതെല്ലാം തന്നെ ഒരുപാട് കൂടുതലാണ്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് ഒരു മുത്തച്ഛൻ്റെ ഉപദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ പറയുന്ന മറുപടി, ടെക്നോളജി ആദ്യം നമ്മൾ ടെക്നോളജി അറിയണം എന്നുള്ളതാണ്. അതിലെ ചതിക്കുഴികളെ കുറിച്ച് അറിയണം. കുട്ടികൾ സ്വകാര്യമില്ലാതെ ചെയ്യണം എന്ന് വിചാരിക്കണം. അതായത് പാരൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചാൽ വേറൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മോഹൻലാൽ ചോദിക്കുന്നത്, അങ്ങയുടെ ആതിഥേയ മര്യാദ, കരുതൽ ഇതെല്ലാം തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിച്ചതാണ്. വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ പോലും കൂട്ടുകാരൊക്കെ, സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെള്ളം കൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്മ സ്വന്തം കൂട്ടുകാർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉടനെ ചോദിക്കുന്നത് പാചകത്തെക്കുറിച്ചാണ്. പാചകത്തിൽ അത്ര വൈദഗ്ധ്യമൊന്നുമില്ല, വല്ലപ്പോഴും ചായ ഉണ്ടാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ചോദിക്കുന്ന അടുത്തൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിലെ മിക്കവാറും സ്ത്രീകളൊക്കെ തന്നെ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഭക്ഷണം ഭാര്യ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണമാണ് പ്രിയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് വീട്ടിലെ ഭക്ഷണമാണ് പ്രിയം എന്ന് പറയുന്നുണ്ട്. ഭാര്യയോ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്, വീട്ടിലെ ഭക്ഷണത്തെ പറ്റിയാണ് പ്രിയം. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമ്പോഴൊക്കെ തന്നെ ഈ വീട്ടിലെ ഭക്ഷണവുമായിട്ട് താരതമ്യം ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെയൊക്കെ വീട്ടിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. കാരണം പുറത്തുള്ള ഭക്ഷണവും വീട്ടിലെ ഭക്ഷണവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വീട്ടിലെ ഭക്ഷണം പോരാ എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികളൊക്കെ പറയുന്നത്. അപ്പം അത്തരത്തിൽ ഏതൊരു വീട്ടമ്മയ്ക്കും വളരെ സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും വലിയ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അവിടെ പോലും അതൊട്ടും ഓവറാക്കാതെ, വേണമെങ്കിൽ അദ്ദേഹത്തെ കുറച്ചുകൂടി കണ്ണീരണിയിക്കാതെ അത് നിർത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മികവായി കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആണ്. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ പറയുമ്പോൾ അമ്മയുടെ വേർപിരിയൽ അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അന്ന് പിണറായി വിജയൻ്റെ ഭാര്യയായിട്ടുള്ള കമല അവർ വിളിക്കുമ്പോൾ ഒരു തവണ അമ്മയുടെ സൗണ്ട് മാറിയിരുന്നു. അപ്പോൾ സൗണ്ട് മാറിയപ്പോൾ തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചടയൻ ഗോവിന്ദൻ, അന്ന് പാർട്ടി സെക്രട്ടറി ചടയൻ ഗോവിന്ദനാണ്, ചടയൻ ഗോവിന്ദനോട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം, കാരണം അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, ഫുൾ ടൈം തിരുവനന്തപുരത്താണ്, വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് വൈകുന്നേരം പോവുകയും പിറ്റേ ദിവസം അതിരാവിലെ കണ്ണൂരെത്തുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അമ്മ സ്വന്തം ദേഹത്തേക്ക് ചാരിയിരിക്കുകയും അമ്മയ്ക്ക് ഇത്തിരി വെള്ളം കുടിക്കുകയും ചെയ്തതിന് ശേഷം അമ്മ ഉടനെ തന്നെ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയതിന് ശേഷം അദ്ദേഹം അത് പറയുമ്പോൾ അതിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. അപ്പോൾ ആരുടെങ്കിലും പറയണമല്ലോ. പുറത്തിറങ്ങിയപ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഒരു നാണു എന്ന് പറയുന്ന ഒരാൾ വന്നു, പക്ഷേ പുറത്തേക്ക് പറയാനുള്ള ശബ്ദം വന്നില്ല എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുഖം വല്ലാതാവുകയും കണ്ണുകൾ ഈർന്നണിയുകയും ഒന്നും ചെയ്തില്ലെങ്കിലും
ആ കണ്ണുകൾ ഈർന്നടിയുന്നതിന് ഒരു പരിധി വരെ എത്തുന്നുണ്ടെങ്കിലും അത് കേട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വളരെ കൃത്യമായി ഫീൽ ചെയ്യും എന്നുള്ളത് നമുക്ക് വളരെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സിനിമ എടുക്കുന്ന അതേ കൃത്യതയോടുകൂടി ടി.കെ. രാജീവ് കുമാർ ഇത് എടുത്തിട്ടുണ്ട്, അത്രയും ഗംഭീരമായി എടുത്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഭൂതപ്രേതാദികളെയും ഭയങ്കര പേടിയായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഭൂതപ്രേതാദികളെ, അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കും, ഒരു ആന്തരികമായ ആത്മീയത വരണം എന്നുള്ളതാണ്. അത്തരത്തിലൊരു ആന്തരികമായ ആത്മീയത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വീട്ടിൽ പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നൊക്കെ ലൈറ്റ് ഇല്ല. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് MLA ആകുമ്പോൾ പോലും വീട്ടിൽ കറണ്ട് ഇല്ല, ആ ഒരു അവസ്ഥയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട അടുത്ത പരസ്യവാചകമാണ് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാചകം. ഇതിനോട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിരിക്കും പണ്ടത്തെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വളർന്നപ്പോൾ കുറച്ചും കൂടി ബോധം വെച്ചപ്പോൾ ഈ ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ചുള്ള ധാരണയും പേടിയും ഒക്കെ മാറി എന്നുള്ളതാണ്. പിന്നെ അടുത്തത് മോഹൻലാൽ ചോദിക്കുന്നത് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ആളുകളുമൊത്ത് കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര പോകുമ്പോഴായിരിക്കും അതോ തീന്മേശയിലൊപ്പം ഇരിക്കുമ്പോഴായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തീന്മേശയിലൊപ്പം ഇരിക്കുമ്പോഴായിരിക്കും, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുക. പലപ്പോഴും സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിൽ വളരെ കൃത്യമായി ഉപയോഗിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ പാട്ട് മോഹൻലാൽ പാടിയിട്ട് പറയുന്നുണ്ട്, ഒരു അദ്ദേഹം കൂടി, അതായത് പിണറായി വിജയൻ കൂടി അങ്ങ് കൂടി ഒരു 4 വരി പാട്ട് പാടി തരണം എന്ന് പറയുന്നുണ്ട്. വീണ്ടും ആ പാട്ടിനെ കുറിച്ച് ഇതിന്റെ കൃത്യമായ ഇടവേളകളിൽ മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതൊരു കേരളീയനും ഒരു ആകാംക്ഷ തോന്നും, പിണറായി പാടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി പോലും നമ്മൾ ആ ഇന്റർവ്യൂ ഏറ്റവും ഒടുവിൽ വരെ കാണും എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അത് വളരെ കൃത്യമായി ചെയ്തിട്ടുള്ളത്. പിന്നെ പേരക്കുട്ടികൾ പറയുന്ന സൂപ്പർ ഹീറോയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒഴിവ് വേളകളിൽ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വായനയാണ്, അല്ലെങ്കിൽ TV കാണും, സിനിമ കാണും എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടി പറയുന്നു. അത് സിംഗപ്പൂർ യാത്രയായിരുന്നു. സിംഗപ്പൂർ യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ കൂട്ടിവെച്ചെടുത്തൊരു യാത്രയാണ്. പക്ഷേ വന്ന് വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം പോയതിന് ശേഷമുള്ള അടുത്ത യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ വൈഫും മകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര പോയപ്പോൾ തന്നെ വലിയ കഥകളുണ്ടായിരുന്നു. പക്ഷേ കഥകളൊന്നും അതായത് നമ്മുടെ പത്രങ്ങളൊക്കെ തന്നെ യാത്രയെക്കുറിച്ച് വളരെ തെറ്റായ വാർത്തകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് സിനിമയിലെ കഥാപാത്രം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് സിനിമയിലെ കഥാപാത്രം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥാപാത്രം, അത് മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ഒരു റാഗിങ് ചെയ്യുകയും പിന്നീട് ഒരു മാതൃകാ ഡോക്ടറായി മാറുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാൽ തന്നെ അഭിനയിച്ച അമൃതം ഗമയ എന്ന് പറയുന്ന സിനിമയിലെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മോഹൻലാൽ അടുത്തൊരു ചോദ്യം ചോദിക്കാതിരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്. പക്ഷേ ഏതാണ് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം എന്ന് ചോദിച്ചപ്പോൾ തന്നെ അത് അങ്ങ് അഭിനയിച്ചതാണ്, മോഹൻലാൽ അഭിനയിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടറായി മാറുന്നു എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ നടക്കുന്ന LDFന്റെ അടുത്ത പ്രചരണങ്ങളിൽ ഇത്തരത്തിൽ മെഡിക്കൽ രംഗത്ത് വലിയ നേട്ടമുണ്ടാക്കിയെന്നും വലിയ ഗുണങ്ങൾ ഉണ്ടാക്കിയെന്നും പറയുന്നതുമായി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സെന്റൻസും മറുപടിയും കൂടിയാണ് അമൃതം ഗമയ എന്ന് പറയുന്ന സിനിമയിലൂടെ ഇതുമായി കൃത്യമായി കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ സിനിമയിലെ സീനുകൾ ജീവിതത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞില്ല, ഇനിയിപ്പോൾ ആകെ പ്രായമുള്ള ഒരാളുടെ റോള് മാത്രമല്ലേ എടുക്കാൻ കഴിയൂ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ചാണ് ചോദിക്കുന്നത് രജനീകാന്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രജനീകാന്തിൻ്റെ സിനിമകൾ ഇഷ്ടമാണ്, ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായ മിക്സ്ചറാണ്. നമ്മളിപ്പോൾ കാപ്പിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഇപ്പം നെസ്കഫേയുടെയും ബ്രൂവിൻ്റെയൊക്കെ കോഫിക്ക് ടേസ്റ്റ് കൂടുന്നത് എന്താ വെച്ചാൽ കോഫിയും ചിക്കറിയും തമ്മിലുള്ള മിക്സ് 54% 46% ഒക്കെ ആണെങ്കിൽ ടേസ്റ്റ് കൂടും. എന്ന് പറഞ്ഞാൽ ഈ ചിക്കറി ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടേസ്റ്റ് കൂടാൻ വളരെ കൃത്യമായിട്ടുള്ള ബ്ലെൻഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മാർക്കറ്റിങ്ങിന് വേണ്ട ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. കട്ട് വിടുമ്പോൾ കൃത്യമായ ആളുകൾക്ക് കാണാൻ താല്പര്യം തോന്നുന്ന ഐറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഐറ്റംസ് ഉണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം നടന്നു വന്ന കാര്യങ്ങളെ കൃത്യമായി ഇത് റീകോൾ ചെയ്യുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചോദ്യമാണ് അടുത്തത്. സിനിമയിലെ പോലീസ് മർദ്ദനം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു കുറച്ച് സമയത്തേക്ക് അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ
അടിയന്തരാവസ്ഥക്കാലത്ത് അങ്ങനെയല്ല, ആക്ച്വലായിട്ടുള്ള പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. അന്ന് ആ ചോര പുരണ്ട ഷർട്ടുമായി വന്ന് നിയമസഭയിൽ വന്ന് പ്രസംഗം നടത്തിയത് ചരിത്ര പ്രസിദ്ധമായിരുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത്. വാക്കുകൾ നിങ്ങൾ കേൾക്കണം, ചരിത്ര പ്രസിദ്ധമായിരുന്നു. അത് എങ്ങനെയാണ് അങ്ങനെ എപ്പോഴും ആ ഷർട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഷർട്ട് കുറേ നാൾ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ കയ്യിലില്ല എന്ന് പറയുന്നു. അന്നത്തെ മർദ്ദനത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് വലിയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ഈ ലെവലിലേക്ക് എത്തിയതല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ വാചകങ്ങൾ അദ്ദേഹം പറയുന്നില്ല, പക്ഷേ അതിൻ്റെ കറക്റ്റ് മീനിങ് അതാണ്. അദ്ദേഹം പറയുന്നത് അടിച്ച് തൊലി പൊളിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നീര് വരും, ആ നീര് വരുമ്പോഴത്തേക്ക് അവിടെ അടിച്ചിട്ട് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകും, എന്നിട്ട് പുതിയ തൊലി വരികയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തലക്കൊക്കെ അടിക്കുമ്പോൾ കണ്ണിലൂടെ ഒരു മിന്നൽ പോകുന്ന അനുഭവം ഉണ്ടാകും. അത്ര കൊടിയ മർദ്ദനങ്ങൾ ഏറ്റതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡി മരണങ്ങളോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് പോലീസ് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് അന്വേഷിക്കട്ടെ, പകരം CBI അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുന്ന സമീപനമാണ് എന്നുള്ളതാണ് പിണറായി പറഞ്ഞേക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയില്ല. കാരണം വരാപ്പുഴ കസ്റ്റഡി മരണ കേസിൽ അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നിലപാടുകളൊന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, ഇവിടെ എറണാകുളത്ത് SP ആയിരുന്ന ജോർജിനെയൊക്കെ പിന്നീട് സർവീസിലേക്ക് തിരിച്ചെടുക്കാനുണ്ടായിട്ടുള്ളത്. അതൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്തത് ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ വലിയ ചോദ്യങ്ങളാണ്. അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, വ്യാജ ആരോപണങ്ങൾ, ഇതൊക്കെ തന്നെ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മോഹൻലാലിനെതിരെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് താങ്കളെ പോലെയുള്ള പിണറായി വിജയനെ പോലെയുള്ള അങ്ങേ പോലെയുള്ള ആളുകൾക്കെതിരെ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. വളരെ ക്ലാസ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഈ മറുപടി പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ആരോപണങ്ങളുണ്ടെങ്കിലും ഒരു കുറ്റബോധമില്ലാതെ നമുക്ക് തന്നെ നേരിടാൻ കഴിയും. അതേസമയം ഉയരുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി ക്ലീൻ ആണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അതിനെ വളരെ ചിരിയോടുകൂടി നമുക്ക് നേരിടാൻ കഴിയും. കാരണം നമ്മുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്നാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ വീടുണ്ടെന്ന് പറഞ്ഞ് പ്രചാരണം വന്നിരുന്നു. ലാസ്റ്റ് വീടിൻ്റെ ഓണർ തന്നെ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, അത് നിങ്ങളുടെ വീടല്ല എൻ്റെ വീടാണെന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിൽ പല ആരോപണങ്ങൾ വരുമ്പോഴും അതിനെയൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. തെറ്റ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യമില്ലാത്തിടത്തോളം കാലം നമുക്ക് യാതൊരു വിധത്തിലും അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ടതില്ല, വറി ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ഏടെടുത്ത് കൂടി ചേർക്കുന്നുണ്ട്. അത് സമൂഹത്തിലെ തെറ്റായ ധാരണകൾ സമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ പിണറായി വിജയൻ നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് വിളിച്ച് വഞ്ചിക്ക് കടത്ത് കടന്നാണ് അപ്പുറത്ത് വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ കടത്ത് കിടക്കാനൊക്കെ രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ ചെന്ന് വിളിക്കുമ്പോൾ കൂടെ വരുന്ന ഒരാൾ, ആ വഞ്ചി കുത്തി അപ്പുറത്ത് കടത്തി വിടുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു മകളുടെയോ മകൻ്റെയൊക്കെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹം അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്തെത്തി അതിനുവേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നെ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും ചെയ്യണോ അതോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മനസ്സിലായില്ല. നിങ്ങൾ എന്ത് ചെയ്യാനാണ്, അത് ചെയ്യേണ്ടവർ ചെയ്തോളൂല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നീട് ഇദ്ദേഹത്തിന് തോന്നി പണമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അയ്യോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പോലുള്ള ആളോട് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ലാത്ത ഒരാളാണ് എന്നുള്ള നിലക്കുള്ള ഒരു റിയാക്ഷൻ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. അതുകൂടാതെ ഈ പിണറായി പറയുന്നത് എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്, പക്ഷെ അയാൾക്ക് പോലും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വരുത്താൻ കഴിയുന്ന ഒരു നാട്ടിലെ ചില ധാരണകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഈ ആളോട് ഈ പണം വേണോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ആളോട് നിങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കിവിടെ നിർത്താം, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അയാളോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ അന്നും ഇന്നും ഈ നാളെയും എൻ്റെ രീതികൾ അതാണ്. അതുകൊണ്ട് തന്നെ കുറ്റബോധമില്ലാത്തത് കൊണ്ട്, തെറ്റുകൾ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യം, കരഞ്ഞുപോയ സംഭവങ്ങൾ, അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടാക്കിയ സംഭവങ്ങൾ ഏതാണ് എന്ന് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഒന്നിച്ചുള്ളവർ വിട്ടുപിരിയുമ്പോൾ വലിയ സംഭവം, നമുക്ക് വലിയ വിഷമം തോന്നും. കൂടാതെ നമുക്ക് ശേഷം പോകേണ്ടവർ നേരത്തെ പോകുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. അതിൽ അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ചിട്ടാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ആ ചടങ്ങിൽ സംസാരം മുഴുവിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
പിന്നെ അടുത്തത് ചോദിക്കുന്നത് എന്തിനെങ്കിലും ഭയമുണ്ടോ എന്നുള്ളതാണ്. അവിടെയും അദ്ദേഹം വളരെ ബ്രില്യൻ്റായ ഒരു ആൻസർ പറയുന്നു. അത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആൻസർ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പാർട്ടിക്ക് കീഴ്പ്പെട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അല്ലാതെ പാർട്ടിയേക്കാൾ അതീതനായി പാർട്ടിയെ ഞാൻ നിയന്ത്രിക്കുന്നു എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഒറ്റ വരിയിൽ മറുപടി പറയുകയാണ്. പാർട്ടിക്ക് കീഴ്പ്പെട്ട് പോകണം, ആ പാർട്ടിക്ക് കീഴ്പ്പെട്ട് പോകണം എന്നുള്ളതിന് വേണമെങ്കിൽ ഒരു ഭയമായി നമുക്ക് പറയാം, അല്ലാതെ മറ്റു ഭയങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത് എന്തിൻ്റെയെങ്കിലും പേരിൽ പശ്ചാത്താപം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഇത്തിരിയെങ്കിലും ഒരു ലെവൽ കൂടിപ്പോയൊരു മറുപടി അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഇദ്ദേഹം പറയുന്നത് എനിക്കങ്ങനെ പശ്ചാത്താപം തോന്നിയൊരു കാര്യമുണ്ട്. കാരണം ഒരു വലിയ പണക്കാരനായിട്ടുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്ന പണക്കാരൻ എന്നുള്ള അർത്ഥത്തിലായിരിക്കും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാവും, സായിപ്പിൻ്റെ മകൻ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഒരു 100 രൂപ നോട്ടുകളൊക്കെ അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്തല്ല നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം കുട്ടിയായിരിക്കുന്ന കാലത്ത് 100 രൂപയൊക്കെ വലിയ എമൗണ്ടാണ്. ആ 100 രൂപയൊക്കെ എടുത്ത് നോട്ടുകളെടുത്ത് ചിലവാക്കുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ അയാൾ മദ്യപാനത്തിലേക്ക് പോയി. അന്നേരം പിണറായി വിജയൻ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനൊക്കെ ആയിരുന്നു. ആ വിദ്യാർത്ഥി പ്രവർത്തകനാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം പോകരുത്, അത് പരിധി വിടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പരിധി വിടുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ നിർത്താതായപ്പോൾ ഇദ്ദേഹം ആ സൗഹൃദം ഉപേക്ഷിച്ചു. പക്ഷെ ആ സൗഹൃദം ഉപേക്ഷിച്ചതിന് ശേഷം വലിയ കുറ്റബോധം തോന്നി. കാരണം ഞാനുമായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇപ്പോഴുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. കാരണം അദ്ദേഹം മദ്യപിക്കുകയും റോഡരികിലൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ചിലപ്പോൾ എൻ്റെ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ റോഡരികിൽ ആ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയതിൽ, ഞാൻ ആ സൗഹൃദം ഉപേക്ഷിച്ചതിൽ ചെറിയ കുറ്റബോധമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ മോഹൻലാൽ ചോദിക്കുന്നത് എന്താണ് അങ്ങയുടെ ദൗർബല്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ദൗർബല്യം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ ദൗർബല്യം മക്കളാണെന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. ഒരു വലിയ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരിക്കൽ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എന്താണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ മറ്റൊരാൾ, അത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുള്ള ഇൻസിഡൻ്റാണ്, പക്ഷെ ആളാരാണെന്ന് പറഞ്ഞിട്ടില്ല. ആ മറ്റൊരു നേതാവ് ഇദ്ദേഹത്തിൻ്റെ മക്കളെ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിരിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ പോരാ, ഇത് ഗൗരവമായ കാര്യമാണ്, ഗുരുതരമായ കാര്യമാണ്, അത് ഗൗരവത്തിൽ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ, അതായത് ഈ വന്നയാളുടെ സുഹൃത്താണ് മറ്റേ നേതാവ്, ആ നേതാവിനോട് പറഞ്ഞു അത് ശരിയാവില്ല കേട്ടോ, അത് ചെയ്താൽ വലിയ പ്രശ്നമാകും, നാട് കത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും അവനായതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം മോഹൻലാലിൻ്റെ അടുത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ ആ കാര്യത്തിൽ എന്ത് ചെയ്യും, എനിക്ക് ഭാര്യയോട് പറയാൻ പറ്റുമോ, ഇത് കുട്ടികളോട് പറയാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് മരുന്നെടുത്ത് വെച്ച് കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പിന്നെ ചോദിക്കുന്നത് തളർന്നുപോയ നിമിഷങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. തകർക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, തളരാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും തളർന്നു പോയ ഒരു അവസരമില്ല എന്നുള്ളതാണ്. ഏകാന്തത എങ്ങനെയാണ് കൂടുതൽ ഏകാന്തത പേടിപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂടുതൽ ചിലവഴിക്കാൻ സമയമില്ല, ഉത്തരവാദിത്തങ്ങൾ അർപ്പണബോധത്തോടുകൂടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും വിഷമമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെയും മോഹൻലാൽ വളരെ കൃത്യമായി 36-ാമത്തെ ആ പോയിന്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം പാട്ടിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വാളുകളെ ഒരിക്കൽ കൂടി ഒന്ന് അത് ഓർമ്മിപ്പിക്കുകയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യും, പിണറായി വിജയൻ പാട്ട് പാടുമോ എന്നറിയാനായിട്ട്. അപ്പോൾ പിന്നെ ചോദിക്കുന്നത് അങ്ങ് എവിടെയും തിരിച്ചറിയാതെ മുഖ്യമന്ത്രിയാണെന്നൊന്നും അറിയാതെ എവിടെയെങ്കിലും പോയി ചായ കുടിച്ചിരിക്കണമെങ്കിൽ, സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ അത് എവിടെയായിരിക്കും എന്ന് ചോദിക്കുന്നത്. സ്വന്തം വീട്ടിലായിരിക്കും, പിണറായിലായിരിക്കും എന്നാണ് പറയുന്നത്. ഫലിതപ്രിയനാണ് എന്ന് കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ഫലിതങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്നത് ആസ്വദിക്കാറുണ്ട്, ഞാനങ്ങനെ ഫലിതമൊന്നും പറയുന്നതായിട്ട് തോന്നാറില്ല എന്നാണ് പറയുന്നത്. പിന്നെ മാറാത്ത ചിട്ടകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്രചോദനം ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് AKGയും EMSഉം ഒക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ വളരെ കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 ചോദ്യങ്ങൾ ഇത്തരത്തിൽ ലൈറ്റായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അടുത്തത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളല്ല, പക്ഷെ അല്ലാതെ ചോദിക്കുന്നുണ്ട്. അത് പ്രളയം, കോവിഡ് എന്നിങ്ങനെ ഈ സമയത്തെല്ലാം തന്നെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ആത്മവിശ്വാസം നൽകിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ പിണറായി വിജയൻ തന്നെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു സാധാരണക്കാരനാണ്, പ്രത്യേകമായി കഴിവുകളൊന്നുമില്ലാത്ത ഒരാളാണ്, വലിയ വിദ്യാഭ്യാസമോ വലിയ ബൗദ്ധിക നിലവാരമോ ഒന്നുമില്ലാത്തതാണ്, പക്ഷെ ഞാനെപ്പോഴും പ്രാക്ടിക്കലായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് അവരോട് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം അതിൽ തന്നെ 2 കാര്യങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്ത മൃഗങ്ങൾ, അതായത് പട്ടിക്കും കുരങ്ങനും ഒക്കെ നിങ്ങൾ ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് ജനങ്ങൾ നെഞ്ചിലേറ്റി അവർ പിറ്റേ ദിവസം മുതൽ അതിന് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
കൂടാതെ കർഷക രംഗം, അതായത് ഭക്ഷ്യധാന്യങ്ങൾക്കൊക്കെ വലിയ ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ നിങ്ങൾ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു. അതുമൊക്കെ ആളുകൾ ഏറ്റെടുത്തു. അവർ കൃഷി ചെയ്യാൻ തുടങ്ങി സ്വന്തം വീട്ടിൽ തന്നെ എന്നുള്ളതാണ്. പിന്നെ ചോദിക്കുന്നത് ഫുട്ബോൾ കാണാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തേക്ക് അത് കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഉറക്കമിളച്ചുകൊണ്ട് കാണാറില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എപ്പോഴും ഇത്തരത്തിൽ ഊർജ്ജസ്വലനായിരിക്കുന്നത് എങ്ങനെയാണ്, താങ്കളെ കാണുമ്പോൾ എപ്പോഴും ഊർജ്ജസ്വലനാണെന്ന് ചോദിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേകമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. വ്യായാമം ചെയ്യും, ചെറിയ തോതിലുള്ള വ്യായാമം ചെയ്യും. ഭക്ഷണക്രമം, നേരത്തെ ഭക്ഷണം നന്നായി കഴിച്ചിരുന്നു, ഇപ്പോൾ കഴിക്കാറില്ല, കാരണം കുറേ കാര്യങ്ങൾ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ മറ്റൊരു കാര്യം കൂടി, ഇദ്ദേഹം നേരത്തെ നടത്തിയൊരു ഇൻ്റർവ്യൂ ഉണ്ട്, കുട്ടികളായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് നടത്തിയുള്ള കുട്ടിയായിരിക്കുമ്പോൾ നേരിടേണ്ടി വന്ന വലിയ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു അഭിമാന ബോധം എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം ഒരു തവണ തലശ്ശേരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്ന് 25 രൂപ വായ്പ വാങ്ങി. ആ വായ്പ വാങ്ങി ഓഫീസിലെത്തുമ്പോൾ അവിടെയുള്ളത് അരയാക്കണ്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ വായ്പ വാങ്ങിയാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അരയാക്കണ്ടി അച്യുതൻ ഒരാട്ടാണ് കൊടുത്തത്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ പണം കിട്ടും, നിനക്ക് എങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് ഒരു കാരണവശാലും കടം മേടിക്കരുത്, പകരം ഒരു ആവശ്യമുള്ള പണം പറഞ്ഞ് അത് മാത്രം മേടിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അതൊരു വലിയ പാഠമാണ്, പിന്നെ വായ്പ വാങ്ങാറില്ല. അതുകൊണ്ട് അഭിമാനബോധത്തോടു കൂടി തന്നെ ആണ് അദ്ദേഹം ജീവിച്ചത്. പിന്നെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഇന്ന സ്ഥലം വരെ പോകാനുള്ള പണം ചോദിക്കും, അല്ലാതെ ഒരിക്കലും കടമായി അത് വാങ്ങിക്കാറില്ല. കാരണം ആവശ്യത്തിന് വേണ്ടിയുള്ള പണം മാത്രം ചോദിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട്, രാഷ്ട്രീയം കഴിഞ്ഞ് അങ്ങയുടെ ഇഷ്ട മേഖല ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയമാണല്ലോ മറ്റ് എല്ലാം എന്നതാണ് അദ്ദേഹം തിരിച്ചു പറയുന്നത്. മറ്റു കലകളൊക്കെ ഇഷ്ടമാണ്, കാണാറുണ്ട്, പക്ഷേ രാഷ്ട്രീയമാണല്ലോ എല്ലാം എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തെ വേറെ എന്തെങ്കിലും പേരുകൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ പേരുകൾ വിളിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു പേര്, മുഖ്യസ്ഥൻ എന്ന് പറയുന്ന ഒരു പേര് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏതോ അധ്യാപകർ വിളിച്ചിരുന്നു എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. തിരികെ നോക്കുമ്പോൾ എന്ത് എന്ന് പാർട്ടി എന്നിൽ വലിയ വിശ്വാസം ഏൽപ്പിച്ചു, ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തിരികെ നോക്കുമ്പോൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്. പിന്നെ പറയുന്നത്, അങ്ങയുടെ പ്രധാനപ്പെട്ട ഒരാളെക്കുറിച്ച് ചോദിച്ചില്ല എന്നാണ് മോഹൻലാൽ പറയുന്നത്. അത് റോബിൻ എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ്. റോബിൻ എന്ന് പറയുന്നത് പിണറായിയുടെ വളർത്തുനായയാണ്. ആ വളർത്തുനായക്ക് പിണറായി വിജയൻ സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സഹജീവികളോടൊക്കെ അത്തരത്തിൽ സ്നേഹമുള്ള, കരുണയുള്ള ഒരാളാണ്, കരുതലുള്ള ഒരാളാണെന്ന് ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ സഹായികൾ, സഹായി മുരുകേഷ് ഉണ്ട്. ആ സഹായി മുരുകേഷോട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൂടി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അപ്പോൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കും മുരുകേഷ്. അങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ ജീവികളൊക്കെ നമ്മളോട് വലിയ സ്നേഹം കാണിക്കും. കാരണം മുരുകേഷ് കയ്യിൽ വന്നിരുന്ന ഒരു കാക്ക തിന്നും. പിന്നെ മുരുകേഷോട് പറഞ്ഞു, അങ്ങനെ കയ്യിലിരുത്തി കൊടുക്കണ്ട, കാരണം എന്തെങ്കിലും അസുഖം എന്തെങ്കിലും വന്നാൽ പ്രശ്നമാവില്ലേ, അതുകൊണ്ട് താഴെ ഇട്ട് കൊടുത്താൽ മതി, കയ്യിൽ വെച്ച് കൊടുക്കണ്ട എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞു എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നായയുടെ ഒരു അത്ഭുത കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പട്ടികൾക്കും അതുപോലെ ജീവജാലങ്ങൾക്കും ഒക്കെ മനുഷ്യരുള്ള സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു തവളയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരുടെ കൂടെ തന്നെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ഇവരുടെ വീട്ടിൽ നിന്നു. ആ വീട്ടിൽ നിന്നപ്പോഴേക്കും പിന്നെ ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് വീട്ടിൽ നിന്നോട്ടെ, വേറെ പോകേണ്ട ഒരു നാടൻ പട്ടിയാണ്. അപ്പോൾ അമ്മയുടെ മുണ്ടൊക്കെ അതിടക്ക് കടിച്ചു പറിക്കാറുണ്ട്. അതിനുശേഷം തൊട്ടപ്പുറത്തെ നാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ അവരുടെ മുണ്ട് ഈ ഈ പട്ടി, ഇവരുടെ വീട്ടിലെ പട്ടി തന്നെ ഒന്ന് കടിച്ചു പറിക്കുകയും ഈ പട്ടിയുടെ പുറകെ ഈ നാണി വരികയും ചെയ്തപ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കിണറും അതിൻ്റെ പ്ലാറ്റ്ഫോമും ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് നാണിയുടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മുട്ടിലഴിഞ്ഞ് വന്നേക്കാണ്. ആ കുട്ടി കിണറിൻ്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. അത് പട്ടി യഥാർത്ഥത്തിൽ വിളിച്ചു കൊണ്ടതുവരെ കാണിച്ചതാണ് എന്ന് പറയുന്ന ഒരു അത്ഭുത കഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കഥ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് ഉണ്ടാവാറില്ല, ചെരുപ്പില്ലാത്ത കാലമാണെന്ന്. അപ്പം ചെരുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും കാല് കഴുകിയിട്ടാണ് വീടിൻ്റെ അകത്തേക്ക് കയറുക. അങ്ങനെ വീടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാല് കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കിണറിൻ്റെ സൈഡിലേക്ക് ഈ പട്ടി ഒരു കാരണവശാലും വിടുന്നില്ല ഇദ്ദേഹത്തെ എന്നുള്ളതാണ്. പിണറായി വിജയനെ വിടുന്നില്ല. അപ്പോൾ അങ്ങനെ കിണ്ടിയൊക്കെ എടുത്ത് കാല് കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കിണറിൻ്റെ സൈഡിലേക്ക് പട്ടി ഒരു കാരണവശാലും വിടുന്നില്ല. വിടാതെ ഇരുന്ന് എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു വെളിച്ചത്തിൽ കൃത്യമായി നോക്കുമ്പോൾ
ആ പട്ടി പാസി എന്നാണ് എൻ്റെ പേര്. ആ പാസി പട്ടി വിടാതിരിക്കുമ്പോൾ കയ്യിൽ അവിടെ ഒരു വലിയ പാമ്പ് കിടക്കുകയാണ്. അതിൻ്റെ പേര് അദ്ദേഹം പറയുന്നത് കരുവേലിപ്പട്ട എന്തോ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയില്ല ആ പാമ്പിൻ്റെ പേരെങ്ങനെയാണോന്ന്. അപ്പോൾ അത്തരത്തിലൊരു പാമ്പ് കിടക്കുന്നു. അത് നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പട്ടി പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ആ പട്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. നാണി എന്ന് പറയുന്ന അയൽവക്കക്കാരിക്ക് പിന്നീട് സ്വന്തം വീട്ടിൽ ആ പട്ടിയോട് വലിയ സ്നേഹമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യത്തെക്കുറിച്ച് വളരെ ഒരു ഒരു പാട്ട് പാടണം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അത് പറഞ്ഞാലും മതി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു 4 വരി പദ്യം ചൊല്ലുന്നുണ്ട്. അത് ഉപനിഷത്തിൽ നിന്നുള്ളതാണ്. അത് അദ്ദേഹം പറയുന്നത് കേളൻ മാഷ് എന്ന് പറയുന്ന മാഷ് എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന് തുടങ്ങുന്ന ഒരു കവിതയാണ് ചൊല്ലുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ചില വോട്ടുകൾ തിരികെ കിട്ടാനൊക്കെയുള്ള വലിയ സാധ്യതകൾ അദ്ദേഹം അവിടെ ഇടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എൻ്റെ സിനിമയിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് എന്നോട് പറയാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പം എന്തെല്ലാണ്ട് ദാസ വിജയ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ വീണ്ടും അതിൽ കാണുമ്പോൾ ഇദ്ദേഹം റോബിൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വളർത്തു നായോടൊപ്പം പിന്നെ നടക്കുന്ന സീനുകളോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. വളരെ കൃത്യമായി മെറ്റിക്കുലസ്ലി വളരെ ഗംഭീരമായി ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമെന്ന് വളരെ പ്രീ പ്ലാൻഡായി ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് 1 മണിക്കൂറിൻ്റേത് എന്നുള്ളത് പറയാതെ വയ്യ. അത് ഒട്ടും ഓവറാകാതെ വേണമെങ്കിൽ കരയിപ്പിക്കാവുന്ന സന്ദർഭങ്ങളിൽ അതുപോലുമില്ലാതെ എന്നാൽ കൃത്യമായ ആ മെസ്സേജ് കൊടുക്കാവുന്ന രീതിയിൽ ടി.കെ. രാജീവ് കുമാർ അതിഗംഭീരമായി ചെയ്തിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും മോഹൻലാൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിണറായി വിജയൻ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിവുള്ള ഒരാളാണ്. അത്തരത്തിൽ അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാനിതിനെ കാണുന്നത് ഒരു പ്രൊഫഷണലായി ഒരു ആഡ് ഫിലിം മേക്കിംഗ് എങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥം ഇതിന് നേരെ വിമർശനങ്ങളില്ല എന്നോ അല്ലെങ്കിൽ എല്ലാം ശരിയാണെന്നോ ഒന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അക്ഷയ് കുമാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചതിനേക്കാൾ ഗംഭീരമായി ഈ ക്വാളിറ്റിയിൽ ഇത് ചെയ്തിരിക്കുന്നു, ഇതിൻ്റെ കണ്ടന്റ് ക്വാളിറ്റിയിൽ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 ചോദ്യങ്ങൾ 4 ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ സാധാരണ ചോദ്യങ്ങൾ വരുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ 6ാമത്തെ ചോദ്യം കുറച്ചുകൂടി ഗൗരവമുള്ളതാവുകയും പിന്നീട് 7, 8 അടുത്ത 5 ചോദ്യങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാവുകയും ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം.